ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നല്ലൊരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയാൽ എല്ലാ ദിവസവും ഇത് തന്നെ ഉണ്ടാക്കും. അതിനായിട്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. വെറൈറ്റിയുമാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടി ആണ്. ഒരു ഗസ്റ്റൊക്കെ വന്നാൽ എന്തെന്ന് ആലോചിക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് പറയില്ല, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം അല്ലാത്ത ഏത് പഴം വേണമെങ്കിലും എടുക്കാം. നല്ല പഴുത്ത പഴം കിട്ടിയാൽ അത്രയും നല്ലത്. ഇത് നന്നായിട്ട് ഇതൊന്ന് ഫോർക്ക് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഒടിച്ചെടുക്കണം. നല്ല പഴുത്ത പഴയതാണ്, പെട്ടെന്ന് തന്നെ ഒടിഞ്ഞ് കിട്ടും. ഇതിൽ നല്ല മധുരം ഉണ്ട്. അതിന് പകരമായിട്ട് ഞാനിപ്പോൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. നിങ്ങളുടെ പഴത്തിന് അത്ര മധുരം ഇല്ലെങ്കിൽ 1-2 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വേണം ഇങ്ങനെ ഒന്ന് ഒടിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ നല്ലവണ്ണം ഒടിച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് മാറ്റി വെക്കാം. ചെറിയ പൂവൻ പഴം, മൈസൂർ പഴം എന്നൊക്കെ പറയുന്ന പഴം ഉപയോഗിച്ചാലും മതി. ഇനി വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അത് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും മതി. നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര കൂട്ടിക്കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫോർക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് കലങ്ങി കിട്ടിയതിന് ശേഷം അതവിടെ മാറ്റി വെക്കാം. ഇനി വേണ്ടത് ബ്രെഡാണ്. 6 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ബ്രെഡും നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കണം. ഇതേപോലത്തെ മൂടി കൊണ്ട് വെച്ചിട്ട് മുറിച്ചെടുത്താൽ നല്ല കറക്റ്റിൽ തന്നെ എല്ലാ ബ്രെഡും ഒരുപോലെ കിട്ടും. അങ്ങനെ 6 കഷ്ണങ്ങളും ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡ് എടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെച്ച് കൊടുക്കണം. ഇതില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടായാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. കാരണം എല്ലാ വീട്ടിലും ഇത് കാണുമല്ലോ, പിസ്സ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന ചീസാണല്ലോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുക കുറച്ച്. എന്നിട്ട് അതിന് മുകളിലോട്ട് നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള പഴവും കൂടി വെച്ച് കൊടുക്കുക. പുറത്ത് പോകാത്ത വിധത്തിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. നടുക്ക് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് വീണ്ടും അതിന് മുകളിലോട്ടായിട്ട് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റൊരു ബ്രെഡ് എടുത്തിട്ട് ഇതിന് കവർ ചെയ്തെടുക്കുക. ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഒട്ടുന്നില്ലെങ്കിൽ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, അത് ചുറ്റിലൊന്ന് വെച്ച് കൊടുക്കുക. ആദ്യം തേച്ച് കൊടുക്കുക, എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ബ്രെഡ് നന്നായിട്ട് ഒട്ടി വരുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ ആക്കിയതിന് ശേഷം നമുക്കൊരു പാന് അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരം ഓയിലിട്ട് കൊടുത്താലും മതി. എന്നിട്ട് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിലോട്ട് ഇത് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. സൈഡൊക്കെ ഒന്ന് മുക്കിയെടുത്തിട്ട് വേണം ഫ്രണ്ടിലോട്ട് മുക്കിയെടുത്തിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. ഈ സമയം തീ ഒന്ന് കുറച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു സൈഡ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. കുറച്ചൊന്ന് റെഡിയായാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ കളറൊന്ന് കരിഞ്ഞിട്ട് കളർ മാറിപ്പോവും. ഇതേപോലെ ആയി കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ വളരെ എളുപ്പത്തിലാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. അതിന് നമുക്കിത് മാറ്റാം. ആകെ ഇതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് പോലും വേണ്ട. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. എങ്കിലല്ലേ നിങ്ങൾക്ക് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഉണ്ടാക്കിയാൽ വീണ്ടും ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വീണ്ടും ഉണ്ടാക്കുമെന്ന്.